മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടാണ് ജഗതി ശ്രീകുമാർ. അമ്പിളിച്ചേട്ടൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജഗതിയുടെ വിടവ് മലയാള സിനിമാ ലോകത്തിന് ഇതുവരെയും നികത്താൻ സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു വാഹനാപകടത്തെ തുടർന്ന് സംസാരശേഷിയും ചലനശേഷിയുമെല്ലാം നഷ്ടപ്പെട്ട് വീൽചെയറിലേക്ക് തൻ്റെ ലോകത്തെ ചുരുക്കേണ്ടി വരികയായിരുന്നു ജഗതിക്ക്. ജഗതി പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കുന്നതും സിനിമയിലേക്ക് തിരികെ വരുന്നതും മലയാളികൾ ഇന്നും സ്വപ്നം കാണുന്നുണ്ട്. ഇന്ന് ജഗതിയുടെ ജന്മദിനമാണ്. ഇപ്പോഴിതാ ജഗതിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാറിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ആരാധകരുടെ ഉള്ളുകൊള്ളുന്ന വാക്കുകളാണ് ശ്രീലക്ഷ്മിയുടേത്. വർഷങ്ങളായി ശ്രീലക്ഷ്മി തൻ്റെ അച്ഛനെ കണ്ടിട്ട്. ശ്രീലക്ഷ്മിയെ ഇതുവരെയും ജഗതിയുടെ മകളായി അദ്ദേഹത്തിന്റെ കുടുംബം അംഗീകരിച്ചിട്ടില്ല. അപകടശേഷം അദ്ദേഹത്തെ കാണാൻ പോലും ശ്രീലക്ഷ്മിക്ക് സാധിച്ചിട്ടില്ലെന്നത് സങ്കടകരമാണ്. ആ വേദനയെല്ലാം ശ്രീലക്ഷ്മിയുടെ കുറിപ്പിലുണ്ട്. അച്ഛന്റെ കോമഡി രംഗങ്ങൾ താൻ അനുകരിക്കുന്ന വീഡിയോകളും കുറിപ്പിനൊപ്പം ശ്രീലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ വീണ്ടും കാണും വരെ, 2011 വരെ ഈ വികാരത്തിന്റെ ആഴം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ആ വേദന ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. മാസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കടന്നുപോയി. ആ 14 വർഷത്തിനിടെ എനിക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറിപ്പോയി. എന്നിട്ടും എൻ്റെ ഉള്ളിലെ വേദന മാറിയിട്ടില്ല. ഐ മിസ് യു പപ്പ. എൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു ഭാഗമാണ് നിങ്ങളോടൊപ്പം പോയത്. നിങ്ങളാണ് ഏറ്റവും മികച്ചത്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നമ്മൾ വീണ്ടും കാണും വരെ ഞാൻ കാത്തിരിക്കാം. ഹാപ്പി ബർത്ത്ഡേ. നടിയും നർത്തകിയും അവതാരികയുമെല്ലാമായ ശ്രീലക്ഷ്മി ശ്രീകുമാർ മലയാളികൾക്ക് സുപരിചിതയാണ്. വിവാഹത്തോടെ ദുബായിൽ സെറ്റിൽഡായ താരത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ജഗതി ശ്രീകുമാറിന്റെ രണ്ടാം ഭാര്യയിലുള്ള മകളായ ശ്രീലക്ഷ്മിയെ പരസ്യമായി അംഗീകരിച്ചില്ലെന്നത് ഒരു കാലത്ത് വിവാദ വാർത്തയായിരുന്നു. ജഗതിക്ക് അപകടമുണ്ടായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി പപ്പയെ കാണാൻ പൊതുവേദിയിലെത്തുന്നത്. ഇതിനുശേഷമാണ് സിനിമയിലേക്ക് നായികയായി അരങ്ങേറ്റം കുറിച്ചത്. ബിഗ് ബോസ് മലയാളത്തിന്റെ 1ാം സീസണിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം ജഗതി ശ്രീകുമാർ സിനിമയിലേക്ക് തിരികെ വരികയാണ് എന്ന സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആരാധകർക്ക് ലഭിക്കുന്നത്. അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രമായാണ് ജഗതിയുടെ തിരിച്ചുവരവ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ് വലയിൽ ജഗതി എത്തുന്നത്.